ഫോട്ടോ സെറ്റേ ഉള്ളൂ. ഒറിജിനൽ ബുക്ക് എന്തി? ആ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് നീങ്ങിക്കാം. ബുക്ക് എടുക്ക. ഡിക്കി തുറക്കണോ? സർ, അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ? രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വലിയ ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിൽ എത്താനുള്ള. ലൈസൻസ് എടുക്കടാ. ഓ, ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ? ഓ, അങ്ങനെ. ഓ, ഇങ്ങനെയാ. സാറേ, ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇരിക്കുക. ഇവനെ ജീപ്പിലേക്ക് എടുക്കടാ. ഇവനെ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കടാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങൾ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്ത് വക്കാലത്ത് നാരായണൻകുട്ടി എന്നാണ് പേര് അല്ലേ? അല്ല, നാരായണൻകുട്ടി എന്നാണ് പേര്. വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധരക്കുറുപ്പ് മകൾ കാർത്തികയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. അത് മാത്രമല്ല, ഞാൻ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി തിരുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി കള്ളത്തെളിവ് നൽകിയ വകയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 191 പ്രകാരമുള്ള കുറ്റവും ചെയ്തിരിക്കുന്നു. ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് മന്ത്രി. പരമാവധി ശിക്ഷ 3 മാസം വെറും തടവും പിഴയും. പക്ഷേ കോടതി ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കളവായ വിവരങ്ങൾ കോടതിക്ക് നൽകി എന്നുള്ളത് മറ്റൊരു കുറ്റം. IPC സെക്ഷൻ 201 പ്രകാരം കോടതിക്ക് പരമാവധി 7 വർഷം വരെ ശിക്ഷിക്കാം. ഇനിയിപ്പോ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. മകൾ കാർത്തികയ്ക്ക് 18 വയസ്സായെങ്കിൽ മന്ത്രി ശശിധരക്കുറുപ്പിന്റെ ഭാര്യ മല്ലിക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. രേഖയനുസരിച്ച് മന്ത്രിക്ക് ഇപ്പൊ 53 വയസ്സ്. കല്യാണം നടന്നത് 36ാമത്തെ വയസ്സിൽ. യുവർ ഓണർ, മന്ത്രി ശശിധരക്കുറുപ്പിന്റെ കല്യാണക്കുറി ഞാനിവിടെ ഹാജരാക്കുന്നു. ഇനിയിപ്പോ ഇതെല്ലാം മന്ത്രി നിരാകരിച്ച് കാർത്തിക തന്റെ മകളെ അല്ല എന്ന് വരുത്തി തീർക്കുമോ എന്നുള്ളതാണ് എന്റെ പേടി. ഞാൻ അഡ്വക്കേറ്റ് മാത്യു. ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. SI അദ്ദേഹം ഇപ്പൊ വരും. സാർ അകത്തോട്ടിരിക്കണം. SIയോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സാർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സാർ. എടാ മാത്യു, പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന്ന് വെല്ലെടുക്കടാ. നാരായണൻകുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ. ദാ നോക്ക്, വെറും കപ്പലണ്ടി മിഠായിയ. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11 രൂപ 50 പൈസയാ. പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടൻ തന്നെയായോ. പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട് എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്. എന്താ തെളിവ്?
ഞാൻ ബില്ല് വാങ്ങി. ആദ്യം ബില്ല് തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ ബില്ല് തന്നത്. എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും കേസ് കൊടുക്കും, ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യുവമാരകൻ അറിയട്ടെ. കടലമുട്ടായി വിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കും അറിയാം. അല്ല, വകുപ്പ് നമ്മള് ക്രിമിനൽ നടപടി നിയമത്തിൽ 57-ാം വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അത് അറിയില്ലെന്നുണ്ടോ? ഇരിക്കൂ. മാത്യു ഇരിക്ക്. നീ ആ ജാമ്യത്തിലുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ, എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മയെ? ദാക്ഷായണിയമ്മ ടീച്ചർ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട. അതെ, അവര് തന്നെ എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാലിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സർ. വാ. മുട്ടായി തപ്പിയാ മരുന്ന് മരുന്ന് തപ്പിയപ്പോ മുട്ടായി കിട്ടി. അമ്മച്ചി, ഇതാ അമ്മച്ചി ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. പിന്നെ ഞാനങ്ങോട്ട് അനിയത്തിയുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു TC വാങ്ങി. അയാള് തന്നെയാണോ ഇയാൾ? അതോ ഇയാളെ പോലെയാണോ അയാൾ? എന്തോ ഇയാളെ ഞാൻ ടിവിയിലും പത്രത്തിലും ഒക്കെ വക്കാലത്ത് നാരായണൻകുട്ടി. വേണ്ട വക്കീലേ, വേണ്ട. ഇയാൾ ഇവിടെ താമസിക്കണ്ട. എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കയറി താമസിക്കും. പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വയ്ക്കാൻ സാമ്പത്തികമില്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അദ്ദേഹം മരിച്ചുപോയി. ഓ, മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. കുഴപ്പമായോ? നീ ചളമാക്കിയില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷെ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. അതെന്താ അങ്ങനെ? നന്ദി കേട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് നേരുന്ന മക്കളായാല് വളർത്തി വലുതാക്കി എന്റെ കൂലി. നന്ദി ഇല്ലാത്തവര്. വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ, നന്ദികേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാൻ ഒരമ്മയ്ക്ക് ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ. അമ്മേ, വലതുകാരി വെച്ച് കേറ് വക്കാലത്തെ. കേറ്, പക്ഷെ നന്ദികേട് കാണിക്കരുത്.